لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ശ്രദ്ധിച്ചും പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിൻ്റെ പ്രവാചകനായിരുന്നു എന്ന വിഷയമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ചത്. കരുണയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എത്രത്തോളം പ്രാധാന്യത്തോടെ സംസാരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ, പ്രവർത്തനത്തിൽ കാരുണ്യമെന്ന വികാരത്തെ എത്രത്തോളം നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും, ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയായിട്ട്, അല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യങ്ങളിലൊന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അത് നീതിയാണ്. നീതി എന്ന് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, അനീതി എന്നതിൻ്റെ വിപരീതവും കേൾക്കാറുണ്ട്. നീതി എന്ന വാക്ക് ഖുർആനിൽ അനേകം തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അദിൽ എന്ന വാക്ക് തന്നെ 29 തവണ ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വകഭേദങ്ങളായിട്ട് വേറെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 പേരുകളിൽ ഒരു പേര് അസ്മാഉൽ ഹുസ്ന നമുക്കറിയാം. റഹ്മാനും റഹീമും റഊഫും ഗഫൂറും വദൂദും ഒക്കെ ആയിട്ട് നമുക്കറിയുന്ന പേരുകൾ. അങ്ങനെ 99 പേരുകളിൽ ഒരു പേര് അദിൽ എന്നാണ്. അള്ളാഹുവിൻ്റെ ഒരു പേര് ആദിൽ എന്നല്ല. നീതിമാൻ എന്ന ആദിൽ എന്ന് പറഞ്ഞാൽ നീതിമാനാണ്. അദിൽ എന്നാൽ നീതിയാണ്. നീതിമാൻ എന്ന് പറയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നീതിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട്. അതെപ്പോഴാണ് മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ, ഒരു അനീതിക്ക് ഇരയാവുമ്പോഴാണ് മനസ്സിലാവുക. നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് മനസ്സിലാവുക. അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം എപ്പോഴാണ് മനസ്സിലാവുക? കൃത്യമായി കിട്ടേണ്ടുന്നിടത്തുനിന്ന് കിട്ടേണ്ട വിധം നമുക്ക് നീതി കിട്ടി എന്ന് ബോധ്യം വരുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാവും. അപ്പം നീതിയുടെ മഹത്വവും അനീതിയുടെ ഗൗരവവും ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. ഇതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്
മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭാരം ഇറക്കി വെക്കുകയും വരിഞ്ഞു മുറുക്കിയ ചങ്ങലകൾ പൊട്ടിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്ന, നല്ലതൊക്കെ ഹലാലാക്കി കൊടുക്കുന്ന, ചീത്തയൊക്കെ ഹറാമാക്കുന്ന പ്രവാചകൻ എന്ന് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, നമുക്കറിയാതെ. ആ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും ഒക്കെ വന്ന ഉദ്ദേശങ്ങളിൽ ഒന്നെന്താണെന്നറിയോ? ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമന്നാസു ബിൽ ഖിസ്ത് എന്ന അല്ലാഹു തആല പറയാണ് സൂറത്തുൽ ഹദീദിലെ 25-ാമത്തെ ആയത്താണ്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, നാം നമ്മുടെ പ്രവാചകന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട് അയച്ചിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു. അൻസൽനാ മഅഹുമുൽ കിതാബ്, അവരുടെ കൂടെ കിതാബ് അവതരിപ്പിച്ചിട്ടുണ്ട്. വൽ മീസാൻ, ത്രാസും, തുലാസ് എന്ന് പറയുന്ന ത്രാസ്. എന്തിനെന്നറിയോ? ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിപൂർവം നിൽക്കാൻ വേണ്ടി. ഈ ത്രാസ് എന്ന് പറയുന്നത് നമ്മൾ കോടതിയുടെയൊക്കെ ചിഹ്നമായിട്ട് കണ്ടിട്ടില്ലേ? കണ്ണ് കെട്ടിയിട്ട് നീതിയുടെ ഒരു ചിഹ്നമാണ്. കണ്ണ് കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നീതി ദേവത എന്നൊക്കെ പറയാം. കണ്ണ് കെട്ടി നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നോക്കാതെ നടപടിയെടുത്ത് നീതിപൂർവം വിധി പറയണം. ആളെ നോക്കാതെ വിഷയത്തിൻ്റെ കാര്യത്തിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് നീതി പറയണം. ഇതിനാ കണ്ണ് കെട്ടിക്കണമെന്നാണ്. എന്നിട്ട് ആ പിടിച്ചു നിൽക്കുന്നത് ത്രാസാണ്. അത് നീതിയുടെ പ്രതീകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രവാചകന്മാരെ കിതാബ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല അവർക്ക് ഈ ത്രാസും കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിപൂർവം നിലക്കൊള്ളാൻ വേണ്ടി. അപ്പോൾ പ്രവാചകന്മാർ വന്നത് ഈ ത്രാസും കൊണ്ടാണെന്ന്, നീതിയുടെ ത്രാസാണെന്ന്. ജനങ്ങൾ, സമൂഹം നീതിപൂർവം നിലനിൽക്കാൻ വേണ്ടിയാണെന്ന്. പിന്നെ പറഞ്ഞു അൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ഷദീദ്, ഇരുമ്പും അല്ലാഹു തആല ഇറക്കി. ഇരുമ്പെന്ന് പറയുന്ന ആയുധത്തിൻ്റെ പ്രതീകമാണ്, ശക്തിയുടെ പ്രതീകമാണ്. ആയുധവും ശക്തിയും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനീതി ഒരു സമൂഹം അനുവർത്തിക്കുന്നുവെങ്കിൽ, പ്രവർത്തിക്കുന്നുവെങ്കിൽ, ആ അനീതി അവസാനിപ്പിച്ച് നീതി സ്ഥാപിക്കാൻ ആവശ്യമായ ബലപ്രയോഗവും ആവശ്യമായ ശക്തിപ്രയോഗവും വേണ്ടി വരും. വെറും വാഴുകൊണ്ട് മാത്രം ചിലപ്പോൾ ശരിയാവില്ല. വെറും പ്രസംഗം കൊണ്ടും ഉത്ബോധനം കൊണ്ടും മാത്രം എല്ലാവരും നന്നാവില്ല. ചിലർക്കത് മതി, പക്ഷെ കുറേ ആളുകൾക്കത് പോരാ. നിയമം ശക്തമായിരിക്കണം. ശക്തമായ നിയമം ഉണ്ടെങ്കിൽ മാത്രം മര്യാദ പുരുഷന്മാരായിട്ട് ജീവിക്കും കുറേ ആളുകൾ. നിയമമില്ല എന്ന് വന്നാൽ വയലിന് ചിലപ്പോൾ യേശുവില്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല വയലിന് കൊടുക്കുന്നുണ്ട്, കിതാബുണ്ട്, ത്രാസ്, നീതിയുടെ പ്രതീകമായിട്ട് ത്രാസുണ്ട്. പിന്നെ ഹദീദുണ്ട്, ഇരുമ്പ്. ഫീഹി ബഅസുൻ ഷദീദുൻ വ മനാഫിഉ ലിന്നാസ്, അത് ശക്തിയുണ്ട്. ഇരുമ്പെന്ന് പറഞ്ഞാൽ ശക്തിയുടെ പ്രതീകം കൂടിയാണ്. ഇരുമ്പ് പോലെ നമ്മൾ പറയും. ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പ്രവാചകന്മാരുടെ നിയോഗം. അപ്പം എന്തിനാണ് പ്രവാചകന്മാർ വന്നത്? പല ലക്ഷ്യങ്ങളിൽ. ഒന്നെന്താണെന്നറിയോ? ഭൂമിയിൽ നീതി സ്ഥാപിക്കാനുള്ള ത്രാസുമായിട്ട് വന്നിരിക്കുകയാണ്. ആ നീതി സ്ഥാപിക്കാൻ ആവശ്യമെങ്കിൽ ബലം പ്രയോഗിക്കാനും ശക്തി പ്രയോഗിക്കാനും നിയമം ശക്തിയോടെ നടപ്പാക്കാനും ആവശ്യമായ സംവിധാനങ്ങളുമായിട്ടാണ്, അതിനുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് പ്രവാചകന്മാരെ അയച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അല്ല ഈ പ്രവാചകന്മാരുടെ നിയോഗം എന്ന് പറഞ്ഞാൽ. നമ്മൾ മനസ്സിലാക്കുന്ന പള്ളിയിൽ ഇമാമുക്കാനാണ് പ്രവാചകന്മാരെ അയച്ചിരിക്കുന്നത്. പള്ളിയിലെ മൗലിയരാണ്, പള്ളിയിലെ മുസ്താദാണ്. അവിടെ നിസ്കരിച്ച അവിടെ മറ്റ് പരിപാടികൾ, ഇത് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. അതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവാചകന്മാരുടെ പണി, പ്രവാചകന്മാർ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല. പള്ളിയിൽ നിസ്കരിക്കും, പക്ഷെ ആ പള്ളിയിൽ നിസ്കരിക്കുന്ന ആൾ തന്നെയാണ് ഇതിൻ്റെ അപ്പുറത്ത് മറ്റു കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുക. അപ്പം ഇത് ഈ സമഗ്ര സ്വഭാവം നമ്മൾ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം യഖൂമന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല അപ്പം അതിനാവശ്യമായ നിയമ സംഹിത കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം എവിടെയൊക്കെ നീതി സ്ഥാപിക്കണോ അവിടങ്ങളിലൊക്കെ നീതി സ്ഥാപിക്കുകയും എവിടൊക്കെ അനീതി നിലനിൽക്കുന്നുവോ അവിടങ്ങളിൽ നിന്ന് അനീതി തുടച്ചു നീക്കുകയും ചെയ്യാൻ പ്രവാചകന്മാർ ശ്രമിക്കും. പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രവർത്തനത്തിലൂടെ അത് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിയുടെ സാക്ഷ്യമായിരുന്നു. അത് വ്യക്തികളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട നീതിയെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്.
ആളുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. വ്യക്തിപരമായി ഉള്ള നീതിയുണ്ട്, സാമൂഹ്യ നീതിയുണ്ട്. വ്യക്തിപരമായ നീതി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കാൻ പാടില്ലാത്ത പല രൂപത്തിലുള്ള അനീതി ഉണ്ടാവും. അത് പാടില്ല. അത് പലയിടത്തുണ്ട്. കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന അനീതിയുണ്ട്. അങ്ങനെയുണ്ട്. മാതാപിതാക്കൾ മക്കളോട് ചില മാതാപിതാക്കൾ അനീതി കാണിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നു. അയാളുടെ കൂടെ അയാളുടെ മോനുണ്ട്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. എൻ്റെ പിതാവ് എന്നെയും കൂട്ടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയെ ഒരു സാക്ഷിയാക്കാൻ വേണ്ടി വന്നതാ. എന്താണ്? ഇതെൻ്റെ മോൻ. ഈ മോന് ഞാനൊരു പ്രത്യേകമായൊരു സംഗതി കൊടുക്കാൻ പോവാം. എൻ്റെ സ്വത്തിൽ നിന്ന് കുറച്ച് ഇയാൾക്ക് കൊടുക്കാം. ഇവന് കൊടുക്കുക പ്രത്യേകം. ഇവന് കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓക്കെ, താങ്കൾക്ക് വേറെ മക്കളുണ്ടല്ലോ, അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവർക്കൊന്നും കൊടുക്കുന്നില്ല. എന്നാൽ പിന്നെ ഈ കുറ്റത്തിന് സാക്ഷിയാവാൻ എന്നെ കിട്ടില്ലെന്നും എനിക്ക് പറ്റില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. ഒരു മോനോട് പ്രത്യേക സ്നേഹമായിട്ടോ മോന് അല്ലേ? അപ്പോൾ അവിടെ അനീതിയുണ്ട്. അത് പറ്റില്ലെന്ന്, നീതി ഉണ്ടാവണം. എഴുതിലു ബൈന ഔലാദിക്കും ഫിൽ ഹിബ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ദാനങ്ങളും എന്ത് ഗിഫ്റ്റുകളും എന്ത് പാരിതോഷികങ്ങളും കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കണമെന്ന്. സവ്വു ബൈന ഔലാദിക്കും ഫിൽ അതിയ എന്ന് വേറൊരു രൂപത്തിലുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നീതിപൂർവ്വം കൊടുക്കണം. ഒരാൾക്ക് കുറച്ച് കൂട്ടി കുറച്ച് ഇങ്ങനെ ഇതൊക്കെ ഇവിടെ കാണുന്ന ഈ ആൺ പെണ്ണ് വ്യത്യാസമൊക്കെ ഇതിൽ വല്ലാതെ വരുന്നുണ്ട് വല്ലാതെ വരുന്നുണ്ട്. പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പെണ്ണാണെന്ന് പറഞ്ഞിട്ടൊരു അവഗണന ഉണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ലോകാരോഗ്യ സംഘടന യൂണിസെഫിൻ്റെ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, ലോകത്ത് പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്ന കുട്ടികളിൽ പെൺകുട്ടികളാണ് കൂടുതൽ. ചെറിയ കുട്ടികളിലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ പെൺകുട്ടികൾക്ക് കൊടുക്കില്ല, പെണ്ണായതുകൊണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മീൻ പൊരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളു തരുന്നു ചേട്ടന്, എൻ്റെ സഹോദരന് നല്ല ഭാഗം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വിവാദം ഉണ്ടാക്കിയ പിന്നെ എന്താ പറയുക കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ട്. സവ്വു ബൈന ഔലാദിക്കും ഫിൽ അതിയ, നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ മക്കൾക്കൊക്കെ തുല്യമായിട്ട് കൊടുക്കണം. നീതിപൂർവ്വം ഒരു അനീതി ഫീൽ ചെയ്യാൻ പാടില്ല. എൻ്റെ ഉമ്മനോട് ഇങ്ങനെ ചെയ്തു, ഉപ്പനോട് ഇങ്ങനെ ചെയ്തു എന്നൊരു മോന് തോന്നാൻ പാടില്ല. തോന്നാതിരിക്കണം. എന്തു ചെയ്യണം? അത് നീതിപൂർവ്വം മക്കൾക്കിടയിൽ അങ്ങനെ കുടുംബത്തിൽ അങ്ങോട്ട് തുടങ്ങാം. ഭാര്യ ഭർത്താവിനോട് നീതി കാണിക്കണം, ഭർത്താവ് ഭാര്യയോട് കാണിക്കണം, മാതാപിതാക്കളോട് കാണിക്കണം, മാതാപിതാക്കൾ മക്കളോട് കാണിക്കണം. അല്ലേ? ഇപ്പോൾ ഖുർആനിലുണ്ടല്ലോ ബഹുഭാര്യത്വത്തെക്കുറിച്ച് പറയുന്നിടത്തേ, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാർ ആവശ്യം വരുന്ന ഒരു അനിവാര്യ സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് അനുവാദമുണ്ട് പുരുഷന്മാർക്ക്. പക്ഷെ ആ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം നീ കാണുന്ന ആളുകൾക്കൊന്നും പറ്റുന്നൊരവസ്ഥയല്ല. എന്നിട്ട് അവിടെ പറയാണ്, വൈൻ ഹിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിട്ട് നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പിന്നെ നിങ്ങൾ ആ പണിക്ക് നിൽക്കരുതെന്ന്. നീതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവിടെ ഭാര്യമാർക്കിടയിലെ നീതി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയല്ലോ, എല്ലാ അർത്ഥത്തിലും അവർക്ക് നീതി കിട്ടണം, എല്ലാവർക്കും തുല്യമായിട്ട്. അപ്പം ആ നീതി നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ പറ്റൂലെങ്കിൽ പിന്നെ ഫവാഹിദ, നിങ്ങൾക്ക് തൽക്കാലം ഒന്ന് മതി എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മറ്റത് അനിവാര്യമായൊരു ഘട്ടം വരികയാണെങ്കിൽ. അപ്പോൾ ഭാര്യമാരുടെ കാര്യത്തിൽ ഒന്നിലധികം ഭാര്യമാർ വരുന്ന കാര്യത്തിൽ ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ പല സന്ദർഭങ്ങളിലും പല മേഖലകളിലുമായിട്ട് വ്യക്തികളോട് കാണിക്കുന്ന അനീതി, വ്യക്തികളോട് കാണിക്കുന്ന അനീതിയെക്കുറിച്ച് ഗൗരവപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. നീതി പാലിക്കണമെന്ന്. അത് സ്വന്തം കാര്യങ്ങളിലാണെങ്കിൽ പോലും. അതായത് വേറെ രൂപത്തിൽ പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നീതിയുടെ പക്ഷത്ത് നിൽക്കണം. നിങ്ങൾക്കെതിരാണെങ്കിലും വല അൻഫുസിക്കും അവിൽ വാലിദൈൻ അവിൽ അഖ്റബീൻ, അല്ലേ? മാതാപിതാക്കളും മക്കളും കുടുംബം നിങ്ങൾക്ക് തന്നെയും എതിരാണെങ്കിൽ നമുക്ക് എത്ര പേർക്ക് ഇത് പറ്റും? ഒരു കാര്യത്തിൽ രണ്ട് ആളും തമ്മിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ വരിക, നമ്മൾ നമ്മുടെ ചേട്ടൻ്റെ കൂടെ അനുജൻ്റെ കൂടെയും മോൻ്റെ കൂടെയും ബാപ്പാൻ്റെ കൂടെയും നമ്മൾ നിൽക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഇത് പറയുന്നുണ്ട്. ഉള്ളിൽ പറയുന്നുണ്ട്,
ഈ വാപ്പ ചെയ്ത് ശരിയല്ല, അത് മോനറിയാം, എന്നാലും വാപ്പാൻ്റെ കൂടെ നിൽക്കണം. ജ്യേഷ്ഠൻ ചെയ്ത് ശരിയല്ല എന്ന് അനുജനറിയാം, അനുജൻ ചെയ്ത് ശരിയില്ല എന്ന് ജ്യേഷ്ഠനും അറിയാം, എന്നാലും ജ്യേഷ്ഠനാണ് അനുജനാണെന്ന് പറഞ്ഞ് നമ്മൾ കൂടെ നിൽക്കണം. സുഹൃത്ത് ചെയ്തത് തെറ്റാണെന്നും അവൻ നീതിയല്ലെന്നും മറ്റോടത്താണ് നീതിയെന്നും ഇത് അനീതിയാണെന്നും നമുക്ക് അറിയാം, എന്നാലും നമ്മൾ കൂടെ നിൽക്കുക. എന്താണെന്നറിയോ? ഇത് നമ്മുടെ മറ്റ് താല്പര്യങ്ങളാണ്. അള്ളാഹു താല പറഞ്ഞെന്താണെന്നറിയോ? അങ്ങനെ അരുതെന്ന്. നിങ്ങൾക്കെതിരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെന്താ? നിങ്ങൾക്കെതിരാണ്, മാതാപിതാക്കൾക്കെതിരാണ്, കുടുംബങ്ങൾക്കെതിരാണ്, ആർക്കെതിരാണെങ്കിലും നീതിയുടെ പക്ഷത്ത് നിങ്ങൾ നിൽക്കണമെന്നാണ്. നീതിയുടെ പക്ഷത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കർമ്മം കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഏറ്റവും പ്രസിദ്ധമായ നമ്മളൊക്കെ കേട്ട ഒരു സംഭവം ഉണ്ടല്ലേ, ഒന്നുകൂടെ പറയാം. എന്താണെന്നറിയോ? ഒരാൾ ഒരു ഗോത്രത്തിലെ പ്രമുഖ ഗോത്രത്തിലെ ഒരാൾ മോഷണം നടത്തിയാൽ അവിടെ ഇസ്ലാമിക വ്യവസ്ഥ നിലവിൽ വന്ന സാഹചര്യത്തിൽ അതിന് കടുത്ത ശിക്ഷയുണ്ട്. കൈവെട്ടുന്ന സാഹചര്യം, മോഷണം നടത്തുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചു വരും. അതായത് മോഷണം നടത്തുന്ന പട്ടിണി എന്തിനാടാ മോഷ്ടിച്ചെന്ന് ചോദിച്ചാൽ വിശന്നിട്ടാന്ന് പറഞ്ഞു. വിശന്നിട്ട് മോഷ്ടിച്ചാൽ നിനക്ക് ശിക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഒരുത്തനെ പറഞ്ഞയച്ച കഥ വേറുണ്ട്. അതായത് ഇത്തരം ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലും മനുഷ്യന്റെ ആർത്തിയും ദുർമോഹങ്ങളും കാരണമൊക്കെ മനുഷ്യർ ചെയ്യൂലേ. അങ്ങനെ മോഷണം നടത്തിയാൽ എന്താണ് അവിടെ എന്നറിയോ? ഇതെന്തിനാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു പിടി ചോറ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട ആദിവാസിനെ പിടിച്ച് ക്രൂരമായിട്ട് പിന്നെ അത് എന്താ പറയുക കൊലക്ക് കൊടുത്ത ഒരു സംഭവമൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ വിവാദമാണ്. എന്നിട്ട് ഭയങ്കര മോഷണത്തിനുള്ള ഭയങ്കര വിചാരണയൊക്കെയാണ് അവിടെ നടന്നിരുന്നത്. അങ്ങനെയല്ല. മോഷണം എന്ന് പറയുന്നത് ഒരു ഇപ്പറഞ്ഞ മനുഷ്യൻ്റെ ഒരു ആർത്തിയുടെ മോഹത്തിൻ്റെ ദുസ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നടന്നാലേ അതിന് കടുത്ത ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാവരും കക്കാനിറങ്ങും. ആർക്കാർക്കും ഇത്ര വാതിൽ ഭദ്രമായിട്ട് അടച്ചാലും കിടന്നുറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ശിക്ഷ നേരത്തെ പറഞ്ഞില്ല, നിയമം കർശനമായിരിക്കണം. അപ്പോൾ കർശനമായ നിയമത്തിൻ്റെ ഭാഗമായിട്ട് മോഷണം നടത്തിയാൽ അതിന് ശിക്ഷയുണ്ട്. അപ്പോൾ ഇത് വലിയ ഗോത്രത്തിൽപ്പെട്ട വലിയ ആളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വന്നപ്പോൾ അതിൽ നിന്ന് ഇയാളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് ചിന്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഭരണാധികാരി, നബിയാണല്ലോ കോടതി, നബിയാണല്ലോ നീതി എന്താ പറയുക നീതിയും നിയമവും നടപ്പിലാക്കുന്ന ആൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാം, നബിയോട് ഇത് പറഞ്ഞിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യണം. എന്താ പറയുക, ഒന്ന് റെക്കമെൻഡ് ഷഫാഅത്ത് ചെയ്തിട്ടേ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ ആര് പറഞ്ഞാലേ നബി കേൾക്കാൻ നോക്കി. ആര് കേൾക്കുക? അപ്പോൾ നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയുണ്ട്, 18 വയസ്സെങ്ങാണ്ട് പ്രായമുള്ള ഒരു കുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന കുട്ടി ഉസാമത്ത് ബിൻ സെയ്ദ്. ഉസാമ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ പിന്നെ ഉസാമയെ ഏൽപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. ഉസാമയോട് നബിക്ക് വലിയ ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. അപ്പം എന്നാൽ ഉസാമനെ കൊണ്ട് പറയിപ്പിക്കാം. അങ്ങനെ ഉസാമൻ്റെ അടുത്ത് വന്നിട്ട് നീ നബിയോടൊന്ന് പറയാം, അതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ, ആ ശിക്ഷയൊന്ന് ഒഴിവാക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മുഖം കോപം കൊണ്ട് വിവർണനായിട്ട് പറഞ്ഞത് പ്രസിദ്ധമായ പ്രസ്താവന, വല്ലാഹി പടച്ച റബ്ബാണ് സത്യം, എൻ്റെ മകൾ ഫാത്തിമയാണ് ഇത് ചെയ്തിരിക്കുന്നുവെങ്കിലും ഞാൻ അവൾക്ക് ശിക്ഷ നടപ്പിലാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. ഒരു റെക്കമെൻഡും നടക്കൂല, ഒരു വാസ്തയും നടക്കൂല അല്ലേ? ഇത് വലിയവരാണെങ്കിൽ രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതുകളുണ്ട്. ശിക്ഷകളും നിയമങ്ങളും ഒക്കെ ചെറിയ ആളുകൾക്കാ ബാധിക്കാം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, വേറൊരു ഹദീസ് ഉണ്ട്, ബനി ഇസ്രായേലിൽ അള്ളാഹുവിനാൽ ശപിക്കപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? അവരിൽ വലിയ ആളുകൾ തെറ്റ് ചെയ്താൽ അവർ രക്ഷപ്പെട്ടു പോകും, ചെറിയ ആളുകളാണെങ്കിൽ അവർ പിടിക്കും. വലിയവന്മാർ കൊമ്പൻ സ്രാവുകൾ എന്ന് പറയും. പണം ഉണ്ടാവും, സ്വാധീനം ഉണ്ടാവും, എല്ലാ അർത്ഥത്തിലും അവർക്ക് എന്തു ആവാന്നാ, അവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതുണ്ട്. ഇതാണ് ബനി ഇസ്രായേലിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ നാവിനാൽ ശപിക്കപ്പെടാനുണ്ടായ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പറഞ്ഞ ഹദീസുണ്ട്. ഇതേ സംഗതിക്ക് ഇവിടെ വന്നിരിക്കുക റെക്കമെൻഡിന് വേണ്ടി. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഈ ജാതി വർത്താനം കൊണ്ട് എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല, നീതി ഇവിടെ നടപ്പിലാകണം. അത് ചെറിയവനും വലിയവനും ഒരുപോലെയാണ്, തൊഴിലാളിക്കും മുതലാളിക്കും ഒരുപോലെയാണ്, പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെയാണ്, ചെറിയ കുടുംബത്തിൽ പിറന്നവനും വലിയ കുടുംബത്തിൽ പിറന്നവനൊക്കെ ഒരുപോലെ നീതി. എൻ്റെ മകളാണ് ഫാത്തിമ, എൻ്റെ കരളിൻ്റെ കഷ്ണാണെന്ന് പറഞ്ഞ അള്ളാഹിൻ്റെ റസൂല. ഏറ്റവും കൂടുതൽ അള്ളാഹിൻ്റെ റസൂൽ ഭൂമിയിൽ സ്നേഹിച്ചത് ഫാത്തിമയെ മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലേ? ആ ഫാത്തിമ ആണ് ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ നടപ്പിലാക്കാൻ മുഹമ്മദിന് മടിയില്ലെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ നീതിയുടെ സാക്ഷി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വ്യക്തികളുടെ ജീവിതത്തിൽ അതുണ്ട്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ അതുണ്ട്. എന്നാൽ അവിടെ അവസാനിപ്പിക്കാതെ സാമൂഹ്യ നീതി, അതിനെതിരെ രണ്ടാമത്തെ തലം. അതെന്താണെന്നറിയോ? പല കാരണങ്ങളാൽ ചില വിഭാഗങ്ങൾ അനീതിക്കിരയാവാം. ചില മതവിഭാഗങ്ങളോട് ഭരണകൂടങ്ങൾ പ്രത്യേക അനീതി കാണിക്കുന്നു, ചിലരോട് പ്രത്യേക സ്നേഹം കാണിക്കും.
ചില നാട്ടുകാരോട് പ്രത്യേക അനീതി കാണിക്കും, സ്നേഹം കാണിക്കും, അല്ലേ? നമുക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തെക്കും വടക്കും തമ്മിൽ വലിയ അന്തരം ഉണ്ടാവും. തെക്ക് ഭാഗത്തേക്ക് ഒന്നും വരില്ല, വടക്ക് ഭാഗത്തെല്ലാം ഉണ്ടാവും. ഇനി അവിടുന്ന് ഇങ്ങോട്ട് കേരളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് തെക്കോട്ട് വടക്കോട്ട് വലിയ അനീതി ഉണ്ടാവും. ചില ജില്ലകളോട് പ്രത്യേക അനീതി കാണിക്കും, ചില സമൂഹങ്ങളോട് പ്രത്യേക അനീതി. ഇങ്ങനെയൊക്കെ അനുഭവങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കലും അരുതെന്നാണ്. നീതിപൂർവം പെരുമാറുക. ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ അല്ലാഹു തആല 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ കൊടുക്കും. അർശിന്റെ തണൽ, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെ നിന്ന് മനുഷ്യൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല അവന്റെ അർശിന്റെ തണൽ കൊണ്ട് 7 വിഭാഗം ആളുകളെ സംരക്ഷിച്ച് അവർക്ക് ആശ്വാസം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. മുഖം നോക്കാതെ മനുഷ്യർക്ക് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടണം, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം, ആരെയൊക്കെ എങ്ങനെയൊക്കെ പരിഗണിക്കണം, അതാണ് ആ പരിഗണന. അതാണ് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചത്. ആ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ, മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ മഹാന്മാരായ സ്വഹാബത്ത് പിന്നെ ജീവിതത്തിൽ അതാണ് പ്രയോഗിച്ചത്. ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് നിർത്താം. എന്താണെന്നറിയോ? ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായ ഒരു സംഭവം പ്രസിദ്ധമാണ്. എന്താ? അദ്ദേഹം ഇസ്ലാമിക ലോകം വികസിച്ചു, ഈജിപ്ത് വരെ എത്തി. ഒരു ഭാഗത്ത് ഇങ്ങോട്ട് ഇറാഖ്, ഇറാൻ വടക്കുന്ന ഭാഗങ്ങളിലേക്ക് ഇങ്ങോട്ടെത്തി പേർഷ്യ, മറുഭാഗത്ത് അങ്ങോട്ട് ഷാം, അങ്ങനെ കടന്നു പോയിട്ട് ഫലസ്തീനും കടന്ന് ഈജിപ്തിലേക്കൊക്കെ എത്തി. ജസീറത്തുൽ അറബ് ഉൾക്കൊള്ളുന്ന വിശാലമായ ഇസ്ലാമിക ലോക. അപ്പൊ ഈജിപ്തിലെ ഗവർണറായിട്ട് അന്ന് നിയമിക്കപ്പെട്ടിരുന്നത്, ഈജിപ്തിന്റെ വിജയത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. അവിടെ അദ്ദേഹം നല്ല രൂപത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഗവർണറായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക, ഖലീഫയുടെ പ്രതിനിധിയായിട്ട് അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുക. അവിടെ നിന്നൊരു പരാതി വന്നു. എന്താണ് ആ പരാതി എന്നറിയും? ആ പരാതി ഖലീഫയുടെ മകൻ, അംർ ബിൻ ആസിന്റെ മകൻ ഒരു സാധാരണ മനുഷ്യനെ തല്ലിന, ഒരു സാധാരണ മനുഷ്യനെ അടിച്ചു. എന്തിനാ അടിച്ചെന്ന് വെച്ചാൽ സ്പോർട്സിൽ പങ്കെടുത്ത് ഇയാളെക്കാൾ ഈ ഖലീഫയുടെ മകനെ, ഭരണാധികാരിയുടെ മകനെ ഈ മനുഷ്യൻ തോൽപ്പിച്ചു. അവൻ്റെ മുന്നിൽ ഓടിന്ന്, നീ എന്നെ തോൽപ്പിക്കാനായോ എന്ന് ചോദിച്ച് ഇടിച്ചു എന്നാണ് ആ പരാതി. മദീനയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്ത് വന്നിട്ട് മദീനയിൽ വന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പറയാം. ഉമർ റളിയല്ലാഹുവിന്റെ ചെയ്ത് ആ ഖലീഫ ഗവർണറെയും മകനെയും വിളിച്ചു. ദിവസങ്ങൾ യാത്ര ചെയ്ത് അവർ മദീനയിലെത്തി. ആളുകളെ വിളിച്ചുകൂട്ടി, ഈ പരാതിക്കാരനെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ചോദിച്ചു, എന്താണ് പരാതി? ഇയാൾ എന്നെ അടിച്ചു, ശരിയാണോ? ആ, അടിച്ചു. എന്തിനാ അടിച്ചത്? എന്നെ തോൽപ്പിച്ചപ്പോൾ എനിക്ക് പ്രത്യേകം ഇതുണ്ടായി. അപ്പൊ ഖലീഫ പറഞ്ഞു, എന്നാ തിരിച്ചടിക്കും. അടിക്കുന്നവർ തിരിച്ചടിച്ചു. അടിച്ചു കഴിഞ്ഞപ്പോൾ ഖലീഫ പറഞ്ഞു, മോനെയല്ലേ, ബാപ്പാനെ അടിക്കും. ആ ബാപ്പ ഗവർണറായതിന്റെ ഹുങ്കിലല്ലേ ഈ മകൻ ഈ പാവപ്പെട്ടവനെ അടിച്ച്, ബാപ്പാനെ അടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പരാതി തീർന്നു, ബാപ്പാനെ എനിക്ക് അടിക്കണ്ട. അപ്പൊ ഖലീഫ ചോദിച്ചു, എന്നാണ് നിങ്ങൾ മനുഷ്യരെ അടിമകളാക്കി തുടങ്ങിയത്? അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ചത് സ്വതന്ത്രരായിട്ടാണ്. ഇങ്ങനെ ഒരു വാചകം നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ നീ ചെയ്തിട്ട് ഇങ്ങനെ നീതി അങ്ങനെ സമൂഹത്തിൽ നിർത്തിയിട്ട് ഭരണാധികാരി ഗവർണറെ വിളിച്ചു വരുത്തി, മകനെ വിളിച്ചു വരുത്തി, ആ സമൂഹത്തെ വിളിച്ചു വരുത്തി നീതി നടപ്പിലാക്കിയിട്ടേ അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായിട്ട് പ്രസവിച്ചതാ. എന്ന് മുതലാ നിങ്ങളൊക്കെ മനുഷ്യരെ അടിമകളാക്കി തുടങ്ങിയതെന്ന് ഖലീഫ അവിടെ ചോദിച്ചു. ഇത് ചക്രവാളങ്ങളിൽ പ്രകമ്പനം കൊണ്ട ഒരു പ്രഖ്യാപനം. ഇത് നീതി എന്ന് പറഞ്ഞ ഇതാണ്. ഇങ്ങനെ ഇത് വിശാലമായിട്ട് പറയേണ്ടുന്ന സംഗതിയാണ്. ഇങ്ങനെ ഒരു നീതിബോധമുള്ള സമൂഹത്തെ സൃഷ്ടിച്ച, അനീതി അവസാനിപ്പിച്ച്, പട്ടിണിക്കാരില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, ചൂഷണമില്ലാത്ത, അല്ലേ? അനീതിയുടെ വലിയൊരു മാർഗമാണല്ലേ പലിശ. ആ ചൂഷണം അവസാനിപ്പിച്ച, ചൂഷണത്തിന് വിധേയരാക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ നീതി സ്ഥാപിച്ചു കൊടുത്ത, നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ സമൂഹത്തിൻ്റെ നീതി സ്ഥാപിച്ചു കൊടുത്ത, അടിമകൾ എന്ന പേരിൽ മനുഷ്യനോട് അനീതി കാണിച്ചിരുന്ന അനീതി അവസാനിപ്പിച്ച, അല്ലേ? എല്ലാ തലത്തിലും മനുഷ്യർ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന നീതി പുലർന്ന ഒരു ലോകം. സന്നാ മുതൽ ഹലറമൗത്ത് വരെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ കാടിനെ ചെന്നായി പിടിക്കുന്നുവല്ലാതെ മറ്റൊന്നും ഭയപ്പെടാതെ നടന്നു പോകാൻ പറ്റുന്ന, സമാധാനം പുലരുന്ന, നീതി പുലരുന്ന ഒരു ലോകം വരും. അതിനാ പ്രവാചകന്മാർ വന്നത്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്
വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്. മനുഷ്യർ നീതിപൂർവ്വം ജീവിക്കണം. നീതി ഉണ്ടാകുമ്പോൾ ശാന്തി ഉണ്ടാവും, അപ്പോൾ സമാധാനം ഉണ്ടാവും. നീതിയില്ലേ, അനീതിയാണോ, അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കും. ഏത് സമയത്തും അത് പൊട്ടും. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രകമ്പനങ്ങൾ ഉണ്ടാക്കും. സമൂഹത്തിലെ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും നഷ്ടപ്പെടും. അപ്പം നീതി, അതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. നീതിക്ക് വേണ്ടി ശബ്ദിച്ച, നീതി സ്ഥാപിച്ച, നീതിയുടെ സാക്ഷ്യം. ആ പ്രവാചകൻ്റെ ഉമ്മത്തിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്. അഭിമാനപൂർവ്വം നമ്മളത് നെഞ്ചത്ത് കൈവച്ച് അംഗീകരിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചെന്ന പാത പിൻപറ്റി ജീവിക്കാനുള്ള ശ്രമം പരമാവധി നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പദ്ധതി, നമ്മുടെ പ്രസ്ഥാനം ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതി, ഒരു പരിപാടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു മദ്രസയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു പ്രത്യേക പ്രായമാണല്ലോ. ആ പ്രായത്തിൽ അവർക്ക് ദീൻ പഠിക്കാൻ, ഖുർആനും ഹദീസും ഇസ്ലാമിക വിഷയങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ, വളരെ നല്ല രൂപത്തിൽ പഠിക്കാം. കാലികമായ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ക്യൂ സ്പോട്ട്, അവിടെയൊക്കെ പോസ്റ്റർ ഇരിക്കുന്നുണ്ട്. ക്യൂ സ്പോട്ട് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം 15 മിനിറ്റ് ഓൺലൈനിൻ്റെ ഒരു ക്ലാസ്സാണ്. അതിന് പ്രത്യേകമായ ലിങ്കും ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ ജസ്റ്റ് ചേരുന്നു, തുറക്കുന്നു, ആ 15 മിനിറ്റ് ക്ലാസ് കേൾക്കുന്നു. കുട്ടികളെല്ലാം, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അതിൽ ചേർക്കണം. എന്നിട്ട് ആ സമയത്ത് അവരോട് പറയണം. നമ്മൾ പണ്ടൊക്കെ ഈ പഠിച്ചതോതാന്നൊക്കെ പറഞ്ഞിട്ട് മഗ്‌രിബ് കഴിഞ്ഞാൽ കുറച്ച് നേരം കുട്ടികളെ ഖുർആൻ ഓതും പഠിക്കും. ഇപ്പോൾ അതൊക്കെ തല തിരിഞ്ഞു പോയിരിക്കാം. അപ്പോൾ ഈ നമ്മുടെ ഈ കുട്ടികൾ വഴിതെറ്റി പോകുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും കിട്ടുന്നില്ല, അവർക്ക് ദീനില്ല, വിദ്യാഭ്യാസം, നമ്മളിങ്ങനെ പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ബേജാറായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊരു പരിഹാരം വേണ്ടേ? ആ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീൻ എന്താണെന്നും പ്രവാചകൻ എന്താണെന്നും ഇസ്ലാം എന്താണെന്നൊക്കെ അവരെ പഠിപ്പിക്കുക. തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നേരെന്തെന്ന് അവരെ അറിയിക്കാനുള്ള മാർഗമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ, അപ്പോൾ അതാണ് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് പോസ്റ്റ്, അല്ലെങ്കിൽ QR കോഡൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ആ നമ്പർ നോട്ട് ചെയ്യുക, ആ ഗ്രൂപ്പിൽ ചേരുക. എല്ലാ ദിവസവും, ഞായറാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും അതിൽ 15 മിനിറ്റ് സമയം ക്ലാസ്. പ്രഗത്ഭരായ അധ്യാപകരാണ് കേരളത്തിൽ തന്നെ ഈ വിഷയത്തിൽ കിട്ടാവുന്ന പ്രഗത്ഭരായ അധ്യാപകരെ വെച്ചിട്ട്. അപ്പോൾ അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം. അത് നല്ല ഒരു, എന്താ പറയുക, നമ്മുടെ വരും തലമുറക്ക് വളരെ ഉപകാരപ്രദമായൊരു പരിപാടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പാപങ്ങളെല്ലാം പുറത്തു തരണേ നാഥ. ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ആയുസ്സിലത്രയും സൽക്കർമ്മങ്ങളാൽ ജീവിച്ച് സൽക്കർമ്മങ്ങളോടെ മരിക്കുന്ന സൗഭാഗ്യവാന്മാർ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. രോഗികൾക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ നാഥ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ പറയാൻ കഴിയാത്ത ദുരിതത്തിലാണ് നാഥ. നീ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, സാക്ഷിയാണ് നാഥ. അക്രമികളെല്ലാ അതിരുകളും ലംഘിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് തമ്പുരാനെ. പടച്ചവനെ, നീ ഇടപെടണേ തമ്പുരാനെ. നിൻ്റെ സഹായം കൊണ്ട് സത്യവിശ്വാസികളെ സഹായിക്കണേ തമ്പുരാനെ. സത്യനിഷേധികളെയും അക്രമികളെയും പിടികൂടണേ റബ്ബേ. അവരെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.